Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Afternoon, ma'am. Ma'am. കുറെ നാളായില്ലേ കണ്ടിട്ട്? അതെ മാം, ഒത്തിരി നാളായി. ഒത്തിരി നാളായില്ലേ? ബുദ്ധിമുട്ടായോ പകല് വെച്ചത് പി ജി ക്ലാസ്? എനിക്ക് സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടായില്ല, എളുപ്പമായി. രാത്രിയാണെങ്കിൽ എനിക്ക് കേറാനേ പറ്റാറില്ലായിരുന്നു. പകലെ ആക്കിയപ്പോ എനിക്ക് ഇപ്പം കേറാൻ പറ്റി. ഞാൻ പി ജി ക്ലാസ് ഒക്കെ റെക്കോർഡ് ക്ലാസ് ആയിരുന്നു മിക്ക എല്ലാം കേട്ടോണ്ടിരുന്നത്. ആദ്യമായിട്ട് ഇപ്പൊ എനിക്ക് കേറാൻ പറ്റി ക്ലാസ്സില്. കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ വേണമായിരുന്നു, അപ്പൊ അങ്ങനെ കേറാൻ പറ്റാറില്ലായിരുന്നു. മറ്റുള്ളവർക്കോ കുഴപ്പമില്ല? കുഴപ്പമില്ല. മിസ് ഞാൻ വർക്കിംഗ് പ്ലേസിലാ. അവരിരുന്നിട്ട് അറ്റൻഡ് വീട്ടിലുള്ളവർക്ക് കുഴപ്പമില്ല, നല്ല ടൈമാണ്. പക്ഷെ ജോലിക്ക് പോകുന്നവർക്കാവും പ്രശ്നം. ജോലിക്ക് പോകുന്നവർക്കാണല്ലോ പ്രശ്നം. ഓക്കെ. എനിക്ക് രാത്രി വരാൻ ഒട്ടും പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു മാർഗം കണ്ടെത്തിയത് കേട്ടോ. എനിക്കറിയാലോ ഞാൻ രാത്രി വരുന്നേ. അപ്പൊ കുറച്ചു നാളായിട്ട് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂവും പിന്നെ ദൂരവും ഒക്കെ കാരണം ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ടീച്ചർ തന്നെ നൈറ്റ് എടുത്തോണ്ടിരുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലെ? ചാപ്റ്റർ തുടങ്ങാം. ആരെങ്കിലും ഒരു പ്രെയർ ചെയ്യൂ കേട്ടോ. പ്രെയർ ചെയ്യൂ. ഞാൻ ചെയ്യാം മാം. ഓക്കെ. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We walk hand in hand, we walk hand in hand, we will walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. We are not afraid, we are not afraid, we are not afraid today. Oh, deep in my heart, I do believe we shall overcome someday. Thank you, ma'am. Thank you all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഗുഡ്സ് ഡിസ്പാച്ചിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്തത് മീനിങ് ഓഫ് സ്കൂൾ ഇൻസ്പെക്ഷൻ കേട്ടോ. ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. മീനിങ് ഓഫ് സ്കൂൾ ഇൻസ്പെക്ഷൻ.
വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ സ്കൂൾ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് ഇടയ്ക്കിടയ്ക്ക് സ്കൂളിനെ ചെക്ക് ചെയ്യുന്നതാണ് അല്ലെ, അതായത് ഇൻസ്പെക്ട് ചെയ്യുന്നതാണ്. അതിനകത്ത് ഒരു സർക്കാർ നിയമിക്കുന്ന അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു പേഴ്സൺ വന്നിട്ടാണ് എന്ത് ചെയ്യുക, സ്കൂൾ ഇൻസ്പെക്ട് ചെയ്യുക. അപ്പോ അതിലൂടെ സ്കൂളുകളുടെ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്, സ്കൂളിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ്, പിന്നെ അതുപോലെ തന്നെ സ്കൂള് ഫോളോ ചെയ്യുന്ന ബേസിക് റൂൾസ് എന്നിവയെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ പോയിന്റ്സ് ആണ് കേട്ടോ. ഒരു സ്കൂൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയി വന്നിട്ടാണ് എന്ത് ചെയ്യുക, ഇൻസ്പെക്ഷൻ നടത്തുക. എന്തിനാണ് ഇൻസ്പെക്ഷൻ നടത്തുന്നത്? സ്കൂളിന്റെ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്, അവരുടെ ബേസിക് ഫെസിലിറ്റീസ്, അവരുടെ മൊത്തത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നിവയെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് സ്കൂൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? ആണോ? ഓക്കെ. അപ്പൊ ഇതൊക്കെ ഒന്ന് ലെക്ചറിനോട്ട് ചെയ്ത് പോവാട്ടോ. ഇതിനകത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത്, ഞാൻ ഈസി ആയിട്ടാണ് എടുത്തു തരുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് എഴുതി വെക്കുക. പിന്നെ അതുപോലെ തന്നെ സർക്കാർ, അതായത് ഗവൺമെന്റ് തെരഞ്ഞെടുത്ത ഇൻസ്പെക്ടർമാർ എന്ത് ചെയ്യും, സ്കൂൾ ക്ലാസ് റൂമുകൾ പരിശോധിക്കുന്നു, ലബോറട്ടറീസ് പരിശോധിക്കുന്നു, കളിസ്ഥലങ്ങൾ പരിശോധിക്കുന്നു. അങ്ങനെ ഒരു സ്കൂളിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളെ മൊത്തം ഇൻസ്പെക്ട് ചെയ്യുന്നത് ആരാണ്? സ്കൂൾ ഇൻസ്പെക്ടർമാരാണ്. പിന്നെ അതുപോലെ തന്നെ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നു, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനെ ആണെങ്കിലും അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫിനെ ആണെങ്കിലും എല്ലാവരെയും എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. എല്ലാവരോടും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിങ്ങനെ ചെയ്തോ, ഇതിങ്ങനെ ചെയ്തോ, റിപ്പോർട്ട് സമർപ്പിച്ചോ, അങ്ങനെ കാര്യങ്ങൾ ഫോളോ ചെയ്തോ, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്കൂൾ ഇൻസ്പെക്ടർമാരാണ് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ രജിസ്റ്ററുകൾ പരിശോധിക്കുന്നു. സ്കൂളിന് ധാരാളം റെക്കോർഡ്സുകൾ ഉണ്ട് അല്ലെ, ധാരാളം റെക്കോർഡുകൾ ഉണ്ട്. അതായത് ഫിനാൻഷ്യൽ റെക്കോർഡുകൾ ഉണ്ട്, അതുപോലെ അറ്റൻഡൻസ് റെക്കോർഡുകൾ ഉണ്ട്, സ്റ്റുഡൻസ് റെക്കോർഡുകൾ ഉണ്ട്, അപ്പോ ഗ്രാന്റ് സംബന്ധിച്ച റെക്കോർഡുകൾ ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ ആ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനായിട്ടാണ് ആര് വരുന്നത്, ഈ സ്കൂൾ ഇൻസ്പെക്ടർ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്കൂളിലെ എല്ലാ സ്റ്റാഫുകളെയും ഒബ്സർവ് ചെയ്ത് അവരിൽ നിന്ന് വിവരങ്ങൾ കളക്ട് ചെയ്യും. സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയാലും അവരിൽ നിന്ന് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവരുടെ ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ടാവും. അവരുടെ കയ്യിൽ നിന്നും കൂടി ചോദ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്ത് അത് എന്താ പറയാ ശേഖരിച്ചു വെക്കുന്നത് കൂടി അവരുടെ ജോലിയാണ്, സ്കൂൾ ഇൻസ്പെക്ടറുടെ ജോലിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കളക്ട് ചെയ്തിട്ടുള്ള വിവരങ്ങൾ ഒരു റിപ്പോർട്ടായിട്ട് പ്രിൻസിപ്പളിന് ലാസ്റ്റ് കൈമാറും. ഈ കൈമാറുന്നതിന് മുമ്പായിട്ട്, അതായത് ഫൈനൽ റിപ്പോർട്ട് പ്രിൻസിപ്പളിന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് പലരിലൂടെയും, അതായത് ആ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, മറ്റാളുകൾ, ഇവരിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ അതിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടെങ്കിൽ, നമ്മളൊരു കാര്യത്തെ കുറിച്ച് ഇൻസ്പെക്ടർക്ക് വ്യക്തമായിട്ടൊരു മറുപടി ലഭിച്ചിട്ടില്ല, മറുപടി ലഭിക്കാതെ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരോട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ടീച്ചറിനോട് ചോദിച്ചു, ഒരു 10 ടീച്ചറുള്ള ഒരു സ്കൂള് ആണെന്ന് വിചാരിക്കുക. അതിനകത്ത് ഒരു ടീച്ചറോട് ചോദിക്കുകയാണ്, ഒരു കാര്യം നിങ്ങൾ ചെയ്തോ, അല്ലെങ്കിൽ ഈ കാര്യം നിങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ആ ടീച്ചർ പറയാണ് എനിക്കറിയില്ല എന്ന് പറയാണ്. അതായത് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ലഭിച്ചില്ല എങ്കിൽ മറ്റ് ടീച്ചേഴ്സിലേക്ക് എന്ത് ചെയ്യും, ഇത് പാസ് ചെയ്യും. അപ്പോ ഫൈനൽ റിപ്പോർട്ട് പ്രിൻസിപ്പളിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ടീച്ചേഴ്സ് മുഖേന ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇങ്ങനെയാണ് ഓരോരുത്തരിലേക്കും ചോദിച്ച് പാസ് ചെയ്തിട്ടാണ് ഫൈനൽ റിപ്പോർട്ട്, ഇൻസ്പെക്ഷന്റെ ഫൈനൽ റിപ്പോർട്ട് പ്രിൻസിപ്പളിന് ഈ ഇൻസ്പെക്ടർ കൈമാറുന്നത്. ഓക്കെ. അപ്പൊ ഇതിലൂടെ പല പ്രശ്നങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻസിപ്പളിലേക്ക് എത്താതെ തന്നെ പല പ്രശ്നങ്ങളും ഇതിലൂടെ പരിഹരിക്കപ്പെടാവുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇങ്ങനെയാണ് ഇൻസ്പെക്ഷൻ. ഓക്കെ, ഇതാണ് മീനിങ് ഓഫ് എ സ്കൂൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇൻസ്പെക്ഷന്റെ രീതിയാണ്. അപ്പൊ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇൻസ്പെക്ട് ചെയ്യുന്നത്? സ്കൂൾ ഇൻസ്പെക്ടർ വന്നാല് നമ്മളൊന്ന് മറുപടി പറയണം. മായ പറഞ്ഞേ, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇൻസ്പെക്ട് ചെയ്യുക സ്കൂളിന്റെ?
റെക്കോർഡ്സ് നോക്കും. പിന്നെ ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, മാനേജ്മെന്റ് ഇവരിൽ നിന്നൊക്കെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. പിന്നെ ഓരോ ടീച്ചേഴ്സിൽ നിന്നായിട്ടും ഓരോ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നോൺ ടീച്ചേഴ്സ് സ്റ്റാഫിൽ നിന്നായിട്ടും അവർ ഓരോ കാര്യങ്ങൾ ചെയ്തോ അതൊക്കെ ചെയ്തോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെ പിന്നെന്താ ചെയ്യുന്നേ, അത്രയൊക്കെയാണ്. ശരിയാ. പിന്നെ ഈ ഫുഡിന്റെ കാര്യമൊക്കെ വരുമ്പോ അതൊക്കെ ചെക്ക് ചെയ്യണം. മീൻസ് അതൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ അതൊക്കെ ചെക്ക് ചെയ്യണം ഗവൺമെന്റ്. പിന്നെ ക്ലാസ് റൂം, ആ എൻവയോൺമെന്റ് എങ്ങനെയാണ്, കുട്ടികൾക്ക് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണോ അവിടെ പഠിക്കാൻ, അവിടെ ഡിസിപ്ലിൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും കറക്റ്റായിട്ട് ക്ലാസ്സിലാണോ, അങ്ങനത്തെ കാര്യങ്ങള് അതൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്കൂൾ ഇൻസ്പെക്ഷനിൽ നടക്കുന്നത്. ആ സ്കൂളിന്റെ ഓവറോൾ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ വരുന്ന ഒരു ഇൻസ്പെക്ടർ ആണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ. ഓക്കെ, പ്ലേ ഗ്രൗണ്ട്, മാൻ പവർ എല്ലാരും പെടും അതിനകത്ത്. ഓക്കെ, ഇതൊക്കെ പോയിന്റുകളാണ്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് ഇൻസ്പെക്ഷൻ. ഗുഡ് ഇൻസ്പെക്ഷന്റെ ചില പ്രിൻസിപ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഒരു 8 പോയിന്റ് ആണ്. ജസ്റ്റ് അതൊന്ന് വായിക്കാതെ റീഡ് ചെയ്യാം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ തമ്പ് ചെയ്യാം. Good afternoon, Vinita.
ഓക്കെ, എല്ലാം വായിച്ചു കഴിഞ്ഞോ? പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് ഇൻസ്പെക്ഷൻ, അതായത് ഈ ഗുഡ് ഇൻസ്പെക്ഷൻ എങ്ങനെയായിരിക്കണം ഒരു ഗുഡ് ഇൻസ്പെക്ഷൻ നടത്തേണ്ടത് അതിന്റെ ചില പ്രിൻസിപ്പിൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ജനറൽ ഗ്രോത്ത്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ജനറൽ ഗ്രോത്ത്, അതായത് ഇൻസ്പെക്ഷൻസ് എന്ന് പറഞ്ഞാല് സ്കൂളിന്റെ മൊത്തത്തിലുള്ള ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്ന പ്രിൻസിപ്പിൾ ഓഫ് ജനറൽ ഗ്രോത്ത്. ഇൻസ്പെക്ഷൻസ് എന്ന് പറയുമ്പോൾ സ്കൂളിന്റെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിനെയും അതുപോലെ തന്നെ അധ്യാപകരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിനെയും പ്രോത്സാഹിപ്പിക്കണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. ഇൻസ്പെക്ഷൻസ് എന്ന് പറയുമ്പോൾ സ്കൂളിന്റെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിനെയും അധ്യാപകരുടെ അതായത് ടീച്ചിങ് സ്റ്റാഫിന്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിനെയും പ്രോത്സാഹിപ്പിക്കണം. ദാറ്റ് ഈസ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഓക്കെ ആണോ? മനസ്സിലായില്ലേ? രണ്ടാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് ഇവിടെ പറയുന്നത്? ഇൻസ്പെക്ഷൻ ഷുഡ് ബി ഡൺ very sympathetically. An inspector should carry with him an influence of sympathy. അതായത് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് സഹാനുഭൂതി ഉള്ളവനായിരിക്കണം. ഓക്കെ, ഭയങ്കരമായിട്ട് കർക്കശം ഉണ്ടായിരിക്കണം, പക്ഷെ ഭയങ്കരമായിട്ട് കർക്കശക്കാരനാവരുത്. കാരണം നമുക്ക് അറിയാത്തൊരു സ്ഥലത്താണ് ഇൻസ്പെക്ഷൻ വരുന്നത് അല്ലെ. ആ ടീച്ചിങ് സ്റ്റാഫിനെയും നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും ആദ്യമായിട്ടായിരിക്കും ചിലപ്പോ കാണുന്നത് പോലും. അപ്പോ അവര് ചിലപ്പോ പേടിച്ചു വരച്ചിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പൊ അവരോട് സഹാനുഭൂതി ഉള്ളവനായിരിക്കണം ആര്? ഈ ഒരു സ്കൂൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനസ്സിലാക്കുന്നവനും ആയിരിക്കണം. കാര്യങ്ങൾ കൂടുതൽ, അതായത് അവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉള്ള ആളായിരിക്കണം ഈ ഒരു സ്കൂൾ ഇൻസ്പെക്ടർ. അപ്പൊ ഒരു പ്രിൻസിപ്പിൾ ആണ് അത് കേട്ടോ. Okay, principle of understanding. Then third one, principle of mathematical attitude. Inspections implies the impartial knowledge of facts. The inspector must maintain a scientific and a critical attitude and should be free from intolerance. അതായത് നിഷ്പക്ഷമായിട്ടുള്ള നിലപാടുള്ള ആളായിരിക്കണം. അതായത് ആരോടും, അതായത് പ്രത്യേകിച്ച് മമതയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നിഷ്പക്ഷമായിട്ട് തന്നെ നിൽക്കണം. എല്ലാവരോടും ഒരുപോലെ തന്നെ നിൽക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ ശാസ്ത്രീയമായിട്ട് സയന്റിഫിക് ആയിട്ട് അറിവുകളുള്ള അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് ചിന്തിക്കുന്ന ആളായിരിക്കണം. വ്യക്തിപരമായിട്ട് ചിന്തിക്കുന്നത്, ലോജിക്കലി ചിന്തിക്കുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ വിമർശനാത്മകമായിട്ടുള്ള ചിന്തകൾ ഉള്ള ആളായിരിക്കണം. ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ആളായിരിക്കണം. ഇപ്പൊ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു, ഒരു ടീച്ചർ ഒരു സജഷൻ പറഞ്ഞു, ഒരു ന്യായം പറയുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോ സ്കൂൾ ഇൻസ്പെക്ടർ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു, അത് ഒരു ടീച്ചർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒരു ന്യായം പറയുമല്ലോ, ഒരു റീസൺ പറയുമല്ലോ. അപ്പൊ ആ റീസൺ കേട്ടിട്ട് അതുപോലെ തന്നെ മിണ്ടാതെ നിൽക്കുകയല്ല വേണ്ടത്. വിമർശനാത്മകമായിട്ട് അതിനെ ക്രിട്ടിക്കൽ ആയിട്ട് തിങ്ക് ചെയ്ത് അവരോട് എതിർപ്പുണ്ടെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മിണ്ടാതിരിക്കരുത് ഒരിക്കലും. സംസാരിക്കാനായിട്ട്, ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഉള്ളൊരു വ്യക്തിയായിരിക്കണം സ്കൂൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തെ പോയിന്റ് പ്രിൻസിപ്പിൾ ഓഫ് എന്താ പറയാ, തൊറോനസ് എന്നാണ് കേട്ടോ പറയുന്നത്. തൊറോനസ്, സമഗ്രത എന്നാണ് തൊറോനസിന്റെ മീനിങ് വരിക കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് തൊറോനസ്, സമഗ്രത. ഓക്കെ, ഇവിടെ നോക്കാം നമുക്ക്. ഇൻസ്പെക്ഷൻ ഷുഡ് ബി വെരി സ്വീപ്പിംഗ് ആൻഡ് ത്രോ. ഇറ്റ് ഷുഡ് നോട്ട് മിയർലി ബി കൺസേൺഡ് വിത്ത് ദ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് ഗവൺമെന്റൽ ഡീറ്റെയിൽസ് ബട്ട് ഷുഡ് കവർ ഓൾ ആസ്പെക്ട്സ് ഓഫ് സ്കൂൾ വർക്ക്. അതായത് മാനേജ്മെന്റും സർക്കാർ വിശദാംശങ്ങളും ഉൾപ്പെടെ സ്കൂൾ ജോലിയുടെ എല്ലാ വശങ്ങളും കവർ ചെയ്തിരിക്കണം. അതായത് ഒരു സ്കൂള് ഇൻസ്പെക്ട് ചെയ്യാൻ വരുമ്പോൾ അവിടുത്തെ മാനേജ്മെന്റിന്റെ ഡീറ്റെയിൽസ് അവരെ മൊത്തം പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ സർക്കാരിന്റെ സർക്കുലർ, അതായത് സർക്കാരിന്റെ ഓർഡറോട് കൂടിയാണ് എന്ത് ചെയ്യാൻ വരിക, സ്കൂൾ ഇൻസ്പെക്ട് ചെയ്യാൻ വരിക അല്ലെ. അപ്പോ അവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സമഗ്രമായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജോലി എന്താണ് വിശദമായിട്ട് അറിഞ്ഞിരിക്കണം. സ്കൂൾ ഇൻസ്പെക്ടറിന്റെ ജോലി എന്താണ്,
ആ റോൾ അദ്ദേഹം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ, മാനേജ്മെന്റ് എന്താണ് അവിടെ ചെയ്യുന്നത്, ടീച്ചിങ് സ്റ്റാഫുകൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്, ഇതൊക്കെ വിശദമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. സമഗ്രമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം ആർക്ക്, സ്കൂൾ ഇൻസ്പെക്ടർക്ക്. ഓക്കെ, അടുത്തത് പ്രിൻസിപ്പൾ ഓഫ് എസ്പ്രിറ്റ് ഡി ക്രോപ്സ്. എസ്പ്രിറ്റ് ഡി ക്രോപ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒരു വലിയൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ, എസ്പ്രിറ്റ് ഡി ക്രോപ്സ്. അതായത് ഇതിന്റെ മീനിങ് വരുന്നത് സ്പിരിറ്റ് ഓഫ് ദ ഗ്രൂപ്പ് എന്നാണ് കേട്ടോ. എസ്പ്രിറ്റ് ഡി ക്രോപ്സ് എന്ന് പറഞ്ഞാല് സ്പിരിറ്റ് ഓഫ് ദ ഗ്രൂപ്പ് ഓർ ഗ്രൂപ്പ് മൊറൈൽ. ഒന്നില്ലെങ്കിൽ അതിനെ സ്പിരിറ്റ് ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് മൊറൈൽ എന്ന് പറയാം. അതാണ് അതിന്റെ മീനിങ് വരിക. എഴുതിയെടുക്കുന്നുണ്ടോ നിങ്ങള്? എഴുതിയെടുക്കുന്നുണ്ടോ? കിട്ടിയോ? ഓക്കെ, ഇവിടെ എന്താണെന്ന് നോക്കാം നമുക്ക്. അതായത് സ്റ്റാഫ് മീറ്റിങ്ങുകള്, അതുപോലെ തന്നെ പ്രവർത്തനങ്ങള്, സ്കൂളിന്റെ അച്ചടക്കം, അതുപോലെ എന്നിവയിലൂടെ സ്കൂളിന്റെ സ്പിരിറ്റിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് സ്റ്റാഫ് മീറ്റിങ്ങുകള് നടത്തുക, അതുപോലെ തന്നെ സ്കൂളിന്റെ അച്ചടക്ക പ്രവർത്തനങ്ങൾ നടത്തുക, എന്നിവയിലൂടെ സ്കൂളിന്റെ സ്പിരിറ്റിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ആറാമത്തെ പോയിന്റ് പ്രിൻസിപ്പിൾ ഓഫ് അപ്രീസിയേഷൻ. ഇവിടെ എന്താണെന്ന് നോക്കാം. ഇവിടെ സൂയിസൈഡൽ യൂണിഫോമിറ്റി എന്ന് പറഞ്ഞൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാല്, അതായത് പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങൾ പിന്തുടരാതെ മാറ്റത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക, കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് അവിടെ അതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. ഓക്കെ, അതായത് നല്ല രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം, മാറുന്ന ലോകത്തിനനുസരിച്ച് സ്കൂളിന്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളിലും മാറ്റം കൊണ്ടുവരിക, പരമ്പരാഗത രീതികൾ പിന്തുടരുന്നതിന് പകരം കാലാകാലങ്ങളിലായിട്ടുള്ള ഡെവലപ്മെന്റിന് വഴിയൊരുക്കുക എന്നുള്ളതാണ് സൂയിസൈഡൽ യൂണിഫോമിറ്റിയുടെ മീനിങ് വരുന്നത്. ഓക്കെ, ഇപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത് അധ്യാപകരുടെ വ്യക്തിഗത രീതിയെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അതായത് ഓരോരുത്തർക്കും, ഓരോ ടീച്ചിങ് സ്റ്റാഫിനും അവരുടേതായിട്ടുള്ള റെസ്പെക്ട് കൊടുക്കുക, അവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഏഴാമത്തേതാണ് പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ്. പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ വിമർശനത്തിൽ നീതി പുലർത്തുക. നമ്മളൊരു ക്രിട്ടിക്കലായിട്ട് ഒരു കാര്യം പറഞ്ഞു, അതിനും ഒരു നമുക്ക് എന്ത് വേണം, സ്കൂൾ ഇൻസ്പെക്ടർ എന്ന രീതിയിൽ ഒരു നീതി പുലർത്തേണ്ട, എല്ലാവരെയും ഒരുപോലെ കാണുകയും എന്തെങ്കിലും കാര്യം നമ്മൾ ക്രിട്ടിക്കലായിട്ടാണ് പറയുന്നതെങ്കിൽ അതിൽ നമ്മൾ നീതി പുലർത്തേണ്ട ആവശ്യകതയുണ്ട്. പിന്നെ അർഹിക്കുന്ന സമയത്ത് പ്രശംസ കൊടുക്കുക. ഒരു ടീച്ചർ ഒരു നല്ല കാര്യം ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൾ ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ ഇൻസ്പെക്ടർ എന്ത് ചെയ്യണം, അതിന് അവരെ അപ്രീസിയേഷൻ ചെയ്യുക, അതായത് അപ്രീഷിയേറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ വേണ്ട സമയത്ത് വേണ്ട സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കണം, അപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ്. ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായോ? കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കി എടുക്കാനായിട്ട്. മനസ്സിലായോ? ഓക്കെ ആണ് എല്ലാവരും? ഓക്കെ, then principle of all round progress. ഓക്കെ, ഞാനിത് വായിക്കുന്നില്ല, നിങ്ങൾ അതിനോട് അതാണ് ഞാൻ വായിക്കാൻ പറഞ്ഞത്. നമ്മൾ വായിച്ചു കഴിഞ്ഞ് കൂടുതൽ സമയം പോകുന്നതിന്. പ്രിൻസിപ്പിൾ ഓഫ് ഓൾ റൗണ്ട് പ്രോഗ്രസ്. ഓക്കെ, അതായത് ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ പങ്കിടുന്ന പരസ്പര അഭിമാനവും വിശ്വാസ്യതയും പുലർത്തുക. ഇൻസ്പെക്ഷൻ ചെയ്യാനായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, അതായത് നമ്മള് അയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം അല്ലെ. കറക്റ്റ് ആയിട്ട് എല്ലാ ക്ലാസ് റൂമിലും പോയി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇൻസ്പെക്ഷൻ വരുന്നതിന് മുമ്പായിട്ട്. അപ്പൊ നമ്മളൊരു ടീമായിട്ട് എന്ത് ചെയ്യണം, അവിടെ വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. ആ ഒരു സ്കൂളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ ഇൻസ്പെക്ഷന് മുന്നോടിയായിട്ട് ഒരു ഗ്രൂപ്പിലെ അംഗങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് പരസ്പര വിശ്വാസവും അതുപോലെ തന്നെ പരസ്പരം ടീം വർക്ക് ആയിട്ട് എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യണം. ഓക്കെ, then 9th point, principle of reality. എന്താണ് റിയാലിറ്റി? അതായത് ഇവിടെ പറയുന്നത് the inspecting staff should not expect inconvincible. They should understand the local conditions perfectly well and then design for themselves what progress may be legitimate by expected.
അതായത് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ ചിന്തയില്ലാത്തവനാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അയാൾ ബുദ്ധിയില്ലാത്തവനാണെന്ന് എന്ത് ചെയ്യരുത്, നമ്മൾ ഒരിക്കലും ചിന്തിക്കാനായിട്ട് പാടുള്ളതല്ല. അയാൾക്ക് ചിന്തിക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം സ്കൂൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പുരോഗതി വിലയിരുത്തുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഇൻസ്പെക്ഷൻ വരുന്ന ആളുകളെ എന്ത് ചെയ്യരുത്, നേരത്തെ തന്നെ മുൻകൂട്ടി ഇന്ന ആളാണ്, അയാളെ ഇന്ന രീതിയിൽ നമ്മൾ അളക്കാനായിട്ട് നോക്കരുത്. അയാൾ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്, അയാളുടെ അയാളുടെ ഫൈനൽ ഇവാലുവേഷൻ ആണ് സർക്കാരിന്റെ റിപ്പോർട്ടായിട്ട് പോകുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ നേരത്തെ തന്നെ വിചാരിച്ചിരിക്കണം അയാള് സ്കൂൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ സ്കൂളിലെ പുരോഗതി പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യാനാണ് വരുന്നതെന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, 10ാമത്തെ പോയിന്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേഷൻ. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്? അതായത് വിദ്യാർത്ഥികളെ രേഖാമൂലം വിലയിരുത്തണം, ഇവാലുവേറ്റ് ചെയ്യണം. അവിടെ പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസിനെയും റെക്കോർഡ്സ് നോക്കിയിട്ട് എന്ത് ചെയ്യണം, അവരെ ഇവാലുവേറ്റ് ചെയ്യേണ്ട കടമ സ്കൂൾ ഇൻസ്പെക്ടർക്കാണ് വരുന്നത്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിന്റെയും പോയി അവിടെ ചെന്നിട്ട് അവരുടെ നേരെ ചെന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ അവരെ കുറിച്ച് കൂടുതൽ അറിയാനോ ഒന്നും സ്കൂൾ ഇൻസ്പെക്ടർമാര് മെനക്കെടാവുന്നില്ല. അവരെന്താ ചെയ്യാ ഒരു സ്റ്റുഡന്റിനെ കുറിച്ച് അറിയണമെങ്കിൽ അവരെന്താ പരിശോധിക്കുന്നത്, എന്താ ചെക്ക് ചെയ്യാ അവര്? കുട്ടികൾ നന്നായിട്ട് നോട്ട് അവർക്ക് കിട്ടുന്നുണ്ടോ, അവർ നന്നായിട്ടത് മീൻസ് അത് നീറ്റായിട്ടാണോ കീപ്പ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ കുട്ടികൾ ശ്രദ്ധിക്കുന്നത്. അവര് നീറ്റായിട്ടാണോ, അവരുടെ യൂണിഫോം അതൊക്കെ നീറ്റാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ വരുന്നത്. അതെ, വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, രേഖാമൂലം വിലയിരുത്തണം എന്നാണ്. റെക്കോർഡ് നോക്കിയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. സ്കൂൾ റെക്കോർഡ് ഉണ്ടല്ലോ, അതിന്റെ ബേസില് സ്റ്റുഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് സ്കൂൾ ഇൻസ്പെക്ടറുടെ ജോലിയാണെന്ന് പറയുന്നുണ്ട്. ഓരോ പിന്നെ ഇതുപോലെ തന്നെ മായ പറഞ്ഞതുപോലെ തന്നെ പ്രോപ്പറായിട്ട് അവരുടെ യൂണിഫോം നല്ല രീതിയിൽ ധരിച്ചു വന്നിട്ടുണ്ടോ, പ്രോപ്പറായിട്ട് എന്താണ് ബുക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട്, ഇതൊക്കെ അടുത്തൊന്ന് നോക്കാനായിട്ട് ചിലപ്പോൾ ഇൻസ്പെക്ടർമാർക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അവര് സ്കൂൾ റെക്കോർഡ്സ് നോക്കിയിട്ടാണ് ഓരോ സ്റ്റുഡൻസിനെയും എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. അറ്റൻഡൻസ് നോക്കും, എത്ര പേര് ആബ്സെന്റ് ആയിട്ടുണ്ട്, എത്ര പേരാണ് പ്രസന്റ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, 11ാമത്തെ പോയിന്റ് പ്രിൻസിപ്പിൾ ഓഫ് ലിങ്കേജ്. പ്രിൻസിപ്പിൾ ഓഫ് ലിങ്കേജ് എന്ന് പറഞ്ഞാല് പരിശോധന എന്ന് പറയുന്നത്, ഒരു ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് സ്കൂളിന്റെ 4 ചുവരുകളിൽ ഒതുങ്ങരുത്. ഒരു ക്ലാസ് റൂമിൽ മൊത്തമായിട്ട് ഒതുങ്ങി നിൽക്കാനായിട്ട് പാടുള്ളതല്ല. എന്ത് ചെയ്യണം, മൊത്തം സ്കൂളിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളെ കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ സമൂഹവുമായിട്ട് സൊസൈറ്റിയുമായിട്ട് ഒരു നല്ല ബന്ധം വളർത്തിയെടുക്കാൻ സ്കൂൾ ഇൻസ്പെക്ടർമാരെ സഹായിക്കുകയും വേണം എന്ന് പറയുന്നുണ്ട്. അവരതിന് എന്താ പറയാ, സ്കൂൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു മനുഷ്യനല്ല. നമുക്ക് മാനേജ്മെന്റുമായിട്ടും അല്ലെങ്കിൽ ടീച്ചിങ് സ്റ്റാഫുകളായിട്ടും സ്റ്റുഡൻസുമായിട്ടൊക്കെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഉപാധി കൂടിയാണ് എന്ത്, സ്കൂൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു 4 ചുവരിൽ മാത്രം ഒരു ഇൻസ്പെക്ട് ചെയ്യാനുള്ള ഒരാളെന്ന രീതിയിൽ മാത്രം അവരെ കാണരുത്, മറിച്ച് എല്ലാവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഈ വ്യക്തിക്ക് ഉണ്ടാവണം എന്ന് കൂടി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ലിങ്കേജ്. ഓക്കെ, കണക്ഷൻ ഉണ്ടായിരിക്കണം, ഇതാണ് ലിങ്കേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിങ്. എന്താണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഒരു സ്കൂൾ ഇൻസ്പെക്ട് ചെയ്യാൻ വരുന്നതിന് മുമ്പായിട്ട് ഒരു കൂട്ടം ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിന് ധാരാളം എയിംസ് ഉണ്ടായിരിക്കണം. അതായത് ഇന്ന കാര്യങ്ങൾ ഓരോ സ്കൂളുകളും നിറവേറ്റിയിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്തിരിക്കണം, വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഇയാളുടെ ലക്ഷ്യം എന്താണ്, ഇയാൾക്ക് എന്താണ് അവിടെ ചെയ്യാനുള്ള റോൾ എന്ന് കറക്റ്റ് ആയിട്ട് ഇൻസ്പെക്ഷന് വരുന്നതിന് മുമ്പ് ഒരു എന്താ പറയാ ഒരു തീരുമാനം മനസ്സിൽ എടുത്തിരിക്കണം. അതിനു വേണ്ടിയിട്ട് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ രൂപപ്പെടുത്തിയിരിക്കണം. ഒരു സ്കൂളിൽ നമ്മൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ ഇൻസ്പെക്ഷൻ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ റോൾ എന്താണ്, നമ്മൾക്ക് എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യങ്ങളിൽ ഈ സ്കൂൾ നിറവേറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ചെക്ക് ചെയ്തിരിക്കണം. അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് ഒരു പ്ലാൻ എന്ത് ചെയ്തിരിക്കണം, രൂപീകരിച്ചിട്ട് ഉണ്ടായിരിക്കണം ഈ സ്കൂൾ ഇൻസ്പെക്ടർ കേട്ടോ. അതും കൂടി
പറയുന്നുണ്ട്. ദെൻ അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ സ്കൂളിന്റെ അക്കാദമിക് പ്രവർത്തനങ്ങൾ ഒരു വിദഗ്ധ സമിതി പരിശോധിക്കണം. ഓക്കെ, അതായത് സ്കൂളിന്റെ അതായത് ആ സ്കൂളിൽ നടക്കുന്ന അക്കാദമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്തിരിക്കണം, ഒരു വിദഗ്ധ സമിതി ഉണ്ടായിരിക്കണം, അവര് പരിശോധിക്കണം. ഇൻസ്പെക്ടർമാർ, ചെയർമാൻ എന്നിവർ ചേർന്ന് എല്ലാവരുടെയും സഹകരണത്തോടെ പരിശോധന പൂർത്തിയാക്കണം. ഒരു സ്കൂൾ ഇൻസ്പെക്ടർ സ്കൂളില് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മാത്രം ചുമതലയല്ല ആ കാര്യം ഭംഗിയായിട്ട് നിറവേറ്റുക എന്നുള്ളത്, മറിച്ച് അതിനൊരു ബോർഡ് ഉണ്ടായിരിക്കണം, ഒരു വിദഗ്ധ സമിതി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അതിലൊരു ചെയർമാൻ ഉണ്ടായിരിക്കണം, പിന്നെ ഇൻസ്പെക്ടർ ഉണ്ടായിരിക്കണം. ഇവരൊക്കെ കൂടി ചേർന്ന് പരസ്പരം കോപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കണം ആ സ്കൂൾ ഇൻസ്പെക്ഷൻ അവിടെ പൂർത്തിയാക്കേണ്ടത് കേട്ടോ. അപ്പൊ ഒരാള് വിചാരിച്ചത് നമ്മൾക്ക് സ്കൂൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ സ്കൂൾ ഇൻസ്പെക്ഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആ ഒരാളുടെ മാത്രം ഡ്യൂട്ടിയാണെന്ന് വിചാരിക്കരുത്, മറിച്ച് ആ സ്കൂളിന്റെ അല്ലെങ്കിൽ ആ മാനേജ്മെന്റിന്റെ അവിടെയുള്ള സ്റ്റാഫുകളുടെ മറ്റു ബോർഡ് മെമ്പേഴ്സിന്റെ ഒക്കെ കൂടി കോർഡിനേഷൻ കൊണ്ടാണ് നമുക്കൊരു സ്കൂൾ ഇൻസ്പെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണ്. ഓക്കെ, അടുത്തത് നിങ്ങളൊന്ന് റീഡ് ചെയ്യുക കേട്ടോ. ക്വാളിറ്റി ഓഫ് ഗുഡ് ഇൻസ്പെക്ടർ. ആ ഫിഫ്ത് പോയിന്റ് ഒന്നോടെ ഒന്ന് പറയാമോ? ഫിഫ്ത് പോയിന്റോ? പ്രിൻസിപ്പിൾ ഓഫ് അതിന്റെ മീനിങ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? സ്പിരിറ്റ് ഓഫ് ദ ഗ്രൂപ്പ്, സ്കൂളിന്റെ ആത്മാവിനെ തൊട്ടറിയുക എന്നുള്ളതാണ് സ്പിരിറ്റ് ഓഫ് ദ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് മൊറയിൽ എന്നും കൂടി പറയോട്ടെ അതിനെ. അതായത് സ്റ്റാഫ് മീറ്റിങ്ങുകള്, പ്രവർത്തനങ്ങള്, അച്ചടക്കം എന്നിവയിലൂടെ സ്കൂളിന്റെ ആത്മാവിനെ വിലയിരുത്തുക. സ്റ്റാഫ് മീറ്റിങ്ങുകള്, പിന്നെ മറ്റ് പ്രവർത്തനങ്ങള്, അച്ചടക്കം, ഡിസിപ്ലിൻ എന്നിവയിലൂടെ സ്കൂളിന്റെ ആത്മാവിനെ വിലയിരുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ മായ? ഓക്കെ, ദെൻ അടുത്തത് ക്വാളിറ്റി ഓഫ് ഗുഡ് ഇൻസ്പെക്ടർ ഒന്ന് വായിക്കുക കേട്ടോ, റീഡ് ചെയ്യുക. ഇത് ഞാൻ നിങ്ങൾക്ക് ചുരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് വൺ വേർഡില് ഇതിന്റെ ഓരോ പോയിന്റ്സും ക്ലിയർ ആയിട്ട് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളതൊന്ന് എഴുതിയെടുത്താൽ മതി. ആദ്യത്തേതിന്റെ ഓരോ ബുദ്ധിമുട്ട് രണ്ടാമത്തെ ഉണ്ടാവണം എന്നില്ല. ഓക്കെ, കഴിയുന്നത് ഞാൻ ഷോർട്ട് ആയിട്ട് കൊണ്ടുവരാൻ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനൊക്കെ പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് മിസ്സേ ഈ ഇത് കാണുമ്പോ എല്ലാം ഒരേപോലെ തോന്നും മിസ്സേ. PG മാനേജ്മെന്റില് എല്ലാം ഒരേപോലെയാ. പിന്നെ ഞങ്ങൾക്ക് ഇതിന്റെ ഒന്നും ബേസ് ഇല്ലാത്തോണ്ടേ ഭയങ്കര ബുദ്ധിമുട്ട്, വായിച്ചാലൊന്നും അങ്ങ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല. ഞാനിത് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ ക്ലാസ്സിൽ കയറുമ്പോ അങ്ങനെ തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. വൺ വേർഡിൽ തരാനായിട്ട് നോക്കാം. ഓക്കെ, അത് മതിയില്ലേ എല്ലാവർക്കും? അത് മതി മാം. ഒരു പുതിയ മിസ് കൂടി വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് PGക്ക്. അപർണ മാം അല്ലേ ഉള്ളത് മാം? പറഞ്ഞിരുന്നല്ലോ അല്ലേ? നാളെ കയറുമായിരിക്കും. ജൂലൈ ഞങ്ങളുടെ മോണ്ടിസോറി മറ്റേ ബാച്ചിലെ മിസ് തന്നെയല്ലേ അപർണ മിസ്? അതെ, MP3-കാർക്ക് പുതിയതാണ്. അതെ, MT3 MT1-കാർക്ക് പുതിയതായിരിക്കും. MT4-ന് പരിചയം ഉണ്ടാവും കേട്ടോ.
ഞാൻ MT5 ആണ് മാം. MT5 ആണല്ലേ? ഓക്കെ ഓക്കെ. MT5 വരെയുള്ള ബാച്ച് ആണല്ലേ ഇത് ടീച്ചർ? എന്താ പറഞ്ഞോ ഒന്ന് പറഞ്ഞേ. വീണ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. മ്യൂട്ട് ചെയ്യാം കേട്ടോ ഒന്ന്. വീണ ഗോപിനാഥ് മ്യൂട്ട് ചെയ്യാം. സാരില്ല, കുഴപ്പമില്ല കേട്ടോ, എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് വായിക്കുന്നതിന് എന്താ പറയാ, വായിച്ചു പോകാം, എന്നിട്ട് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ടൈം പോകും. Quality of good inspector. Riley suggests that the motto of an inspector should not be check your teachers, frighten your teacher, weaken your teacher, and examine them, but is variant: train your teachers, inspire your teacher, encourage your teachers, and trust them. റൈലി എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ഫിലോസഫർ ആണ്. അദ്ദേഹം പറയുന്നത്, അതായത് ഗുഡ് ഇൻസ്പെക്ടറുടെ ക്വാളിറ്റിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഒരു ഗുഡ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ചിലതാവാനായിട്ട് പാടില്ല. അവരെന്ത് ചെയ്യരുത്? ടീച്ചേഴ്സിനെ ചെക്ക് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രൈറ്റൻ ചെയ്യരുത്, ഭയപ്പെടുത്തരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ദുർബലപ്പെടുത്തരുത്, വീക്കൻ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. എക്സാമിൻ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയായിരിക്കണം ഒരു ഗുഡ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ? അദ്ദേഹം എന്താ പറയാ, അവരെന്ത് ചെയ്യണം? ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നവരായിരിക്കണം. ഓക്കെ, അപ്പൊ ചില കാര്യങ്ങൾ പാടില്ല എന്നാണ് ആദ്യത്തെ തന്നെ പറയുന്നത്. പിന്നെ എന്താകാം? ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നവരായിരിക്കണം എന്ന് പറയുന്നു, അല്ലെ? ടീച്ചേഴ്സിനെ ഇൻസ്പയർ ചെയ്യുന്നവരായിരിക്കണം എന്ന് പറയുന്നു ഗുഡ് ഇൻസ്പെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ടീച്ചേഴ്സിനെ എൻകറേജ് ചെയ്യുന്നവരായിരിക്കണം. അപ്പൊ ഇത്രയും ക്വാളിറ്റീസ് ആയിരിക്കണം ആർക്കുണ്ടായിരിക്കേണ്ടത്? ഈ ഒരു ഇൻസ്പെക്ടർക്ക് ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ. അപ്പൊ ട്രെയിൻ യുവർ ടീച്ചേഴ്സ്, ഇൻസ്പയർ യുവർ ടീച്ചർ, എൻകറേജ് യുവർ ടീച്ചർ, അതായിരിക്കണം ഇൻസ്പെക്ടറുടെ ക്വാളിറ്റി. അണ്ടർലൈൻ ചെയ്ത് പോവാട്ട്, ഇതൊക്കെ എക്സാമിന് ചോദിക്കാം. ഓക്കെ, ഏതൊക്കെയാണ് ഒരു ഗുഡ് ഇൻസ്പെക്ടർ അതിന്റെ ക്വാളിറ്റി നമ്മൾ അളക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെയാണ് ആൻസർ ആയിട്ട് വരിക. അടയാളപ്പെടുത്തുന്നുണ്ടോ നിങ്ങള്? പോയിന്റ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട് അല്ലെ? ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വൺ, മാൻ ഓഫ് എഡ്യൂക്കേഷൻ വിഷൻ എന്നാണ് പറയുന്നത് അല്ലെ? എഡ്യൂക്കേഷൻ വിഷൻ എന്താണ് ഇവിടെ പറയുന്നത്? അതായത് എഡ്യൂക്കേഷന്റെ പുതിയ സാങ്കേതിക വിദ്യകളും, അതായത് എഡ്യൂക്കേഷനിൽ ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തില്
ഇപ്പോഴുള്ള പുതിയ പുതിയ ടെക്നോളജീസ്, സാങ്കേതിക വിദ്യകള്, അതുപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഇപ്പോഴുണ്ടാകുന്ന സമീപകാല പ്രശ്നങ്ങള്, സ്കൂളിന്റെ അക്കാദമിക നേട്ടത്തെ വിലയിരുത്തുക മാത്രമല്ല സ്കൂളിന്റെ പുരോഗതിയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഓവറോൾ, അതായത് ഒരു സ്കൂളിന്റെ ടെക്നോളജി, അതായത് സ്കൂളിന്റെ സാങ്കേതിക വിദ്യ, അതുപോലെ സ്കൂളിൽ ഉണ്ടാകുന്ന എന്താ പറയാ പ്രശ്നങ്ങള്, അതായത് സമീപകാലത്തുണ്ട് സ്കൂളിൽ നേരിടുന്ന പ്രശ്നങ്ങള്, ഇതൊക്കെ എന്ത് ചെയ്തിരിക്കണം, അതായത് മുൻകൂറായിട്ട് നേരത്തെ തന്നെ ദീർഘവീക്ഷണത്തോടു കൂടി കണ്ടിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാൻ ഓഫ് എഡ്യൂക്കേഷൻ വിഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തത് അപ്ഡേറ്റഡ് ആയിരിക്കണം. രണ്ടാമത്തത് മാൻ ഓഫ് ഫെയ്ത്ത് ആണ്. മാൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുമ്പോ ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ നിങ്ങള്. ഞാൻ ഇത് തുടങ്ങി എഴുതിയിട്ടുള്ളൂ. ബിലീവ്സ് ഇൻ ഗ്രാജുവൽ ഗ്രോത്ത്. മാൻ ഓഫ് ഫെയ്ത്ത് ആണ് രണ്ടാമത്തെ പോയിന്റ് തുടങ്ങിയാണ്ട് ഞാൻ പറയുന്നേ. ബിലീവ്സ് ഇൻ ഗ്രാജുവൽ ഗ്രോത്ത്. ബിലീവ്സ് ഇൻ ഗ്രാജുവൽ ഗ്രോത്ത് and improvement in with a long term vision. മിസ് ഇപ്പം ഏതായിരുന്നു പറഞ്ഞ റേഞ്ച് പോയിട്ടുണ്ടായിരുന്നേ? രണ്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ, മാൻ ഓഫ് ഫെയ്ത്ത്. അതാണ് പറയുന്നത്, മാൻ ഓഫ് ഫെയ്ത്ത്. ബിലീവ്സ് ഇൻ ഗ്രാജുവൽ ഗ്രോത്ത്. Believes in gradual growth and in improvement with a long-term vision. Improvement with a long-term vision. അതായത് ഗ്രാജുവൽ ഗ്രോത്തില് വിശ്വസിക്കുന്ന ഒരാളായിരിക്കണം. അതായത് പതിയെ പതിയെ, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ കാര്യവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്താണ് മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം സ്കൂൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങളെ കാണാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കണം കേട്ടോ. ബിലീവ്സ് ഇൻ ഗ്രാജുവൽ ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്മെന്റ് വിത്ത് എ ലോങ് ടേം വിഷൻ. ദീർഘവീക്ഷണത്തോടെ ക്രമാനുഗതമായ വളർച്ചയിലും പുരോഗതിയിലും വിശ്വസിക്കുന്ന ആളായിരിക്കണം. ഓക്കെ, പതിയെ പതിയാണ് നമുക്ക് ഇവിടെ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. വളരെ വലിയ ടൈം എടുക്കുകയല്ല വേണ്ടത്. പതുക്കെ പതുക്കെ ഓരോരോ കാര്യങ്ങൾ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് ഡെവലപ്മെന്റ് ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരിക്കണം ആര്, സ്കൂൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. എല്ലാവർക്കും കിട്ടിയല്ലോ? എല്ലാവരും എഴുതിയില്ലേ? ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് മാൻ ഓഫ് എക്സ്പെരിമെന്റ്സ്. ഓക്കെ, ഇവിടെ പറയുന്നത് എഴുതിക്കോളൂ കേട്ടോ. എൻകറേജസ് ഇന്നോവേഷൻ. എൻകറേജസ് ഇന്നോവേഷൻ. എൻകറേജസ് ഒന്നുകൂടി പറയാമോ? എൻകറേജസ് ഇന്നോവേഷൻസ്. ഇന്നോവേഷൻസ്. INNOVATION. Encourage innovations and progressive education methods. And progressive education methods. And progressive education methods. Encourages innovation and progressive educational methods. അതായത് വിദ്യാഭ്യാസ സിസ്റ്റം, അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് പുതിയ പുതിയ ആശയങ്ങളെ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിരിക്കണം. നവീനമായിട്ടുള്ള അതായത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, പുരോഗതിക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കണം ആര്, സ്കൂൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് മാൻ ഓഫ് പ്ലാനിങ് ആണ്. മാൻ ഓഫ് പ്ലാനിങ് ആണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. പ്ലാൻസ് വർക്ക് ത്രോലി. പ്ലാൻസ് വർക്ക്
Thoroughly. THROUGHLY. Thoroughly. Rather than acting randomly. Rather than acting randomly. മിസ് ഒന്നുകൂടെ. Plans work thoroughly rather than acting randomly. Rather than acting randomly. അതായത് പ്ലാനുകൾ നന്നായിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയായിരിക്കണം സ്കൂൾ ഇൻസ്പെക്ടർ. പ്ലാനുകൾ നന്നായി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയായിരിക്കണം. അതായത് നമ്മളിപ്പോ ഒരു പ്ലാൻ ചെയ്തു, അതിടയ്ക്ക് വെച്ച് സ്റ്റോപ്പായി, വീണ്ടും ഒരു പ്ലാൻ ചെയ്തു, വീണ്ടും അതിടയ്ക്ക് വെച്ച് സ്റ്റോപ്പായി, അങ്ങനെയല്ലാതെ അത് ഒരു ലോങ് ടൈം ആയിട്ട് അല്ലെങ്കിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു ആവശ്യത്തിലേക്കായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം, പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കണം. ദാറ്റ് ഈസ് മാൻ ഓഫ് പ്ലാനിങ്. ഓക്കെ. അടുത്തത് മാൻ ഓഫ് സിമ്പതി. നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലെ, സഹാനുഭൂതി ഉണ്ടായിരിക്കണം മറ്റുള്ളവരോട്. മാൻ ഓഫ് സിമ്പതി. ഷോസ് റെസ്പെക്ട്. മാൻ ഓഫ് സിമ്പതി ആണ് കേട്ടോ പറയുന്നത്. ഷോസ് respect. Shows respect. Inspire teachers. Inspire teachers. And a grow cooperation. Grow. GROW. Grow cooperation. മാൻ ഓഫ് സിമ്പതി എന്ന് പറയുന്നത്, ഗുഡ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, മറ്റുള്ളവരോട് റെസ്പെക്ട് കാണിക്കുന്ന വ്യക്തിയായിരിക്കണം, ടീച്ചേഴ്സിനെ പ്രചോദിപ്പിക്കുന്ന വ്യക്തിയായിരിക്കണം, അതുപോലെ തന്നെ കോപ്പറേഷൻ വളർത്തുന്ന ഒരു വ്യക്തി കൂടി ആയിരിക്കണം. ഓക്കെ. അടുത്തത് കൺസ്ട്രക്റ്റീവ് മൈൻഡ് ആണ് കേട്ടോ. കൺസ്ട്രക്റ്റീവ് മൈൻഡ് ആണ് പറയാനായിട്ട് പോകുന്നത്. ഫോക്കസസ് ഓൺ ഫൈൻഡിങ് സൊല്യൂഷൻസ്. ഫോക്കസസ് ഓൺ finding solutions. Finding solutions. Offers praise. Offers. OFFERS. Praise. 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 And it gives constructive criticism. And gives constructive criticism. അതായത് കോൺസെൻട്രേഷൻ ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. ശ്രദ്ധ, ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തി കൂടി ആയിരിക്കണം. പിന്നെ ആളുകൾക്ക് പ്രശംസ നൽകുന്ന, പ്രൈസുകൾ ഓഫർ ചെയ്യുന്ന ഒരു വ്യക്തി കൂടി ആയിരിക്കണം. പിന്നെ വിമർശനം നൽകുന്ന ഒരു വ്യക്തി കൂടി ആയിരിക്കണം. ക്രിറ്റിസിസം, വിമർശനം നൽകുന്ന ഒരാൾ കൂടി ആയിരിക്കണം ആര്, സ്കൂൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ, സ്കൂൾ ഇൻസ്പെക്ഷൻ?
ഇല്ല മിസ്, ഇതിന് മുന്നത്തെ ചാപ്റ്റർ ഒക്കെ ആയിരുന്നു ബുദ്ധിമുട്ടായി തോന്നി. ഇത് അത്ര തോന്നുന്നില്ല. അത്ര തോന്നുന്നില്ല. മറ്റുള്ള മായ മാത്രം മിണ്ടുന്നുള്ളല്ലോ. MD3-കാരൊക്കെ ഇവിടെ പോയി. MD1 ഒക്കെ മിണ്ടാതിരിക്കുവാണല്ലോ. കുഴപ്പമില്ല. സി എങ്ങനെയുണ്ട് ചാപ്റ്റർ? ജയശ്രീ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല മിസ്, മനസ്സിലാകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലേ? ഓക്കെ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും മതി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. 2 ദിവസം ഉണ്ട് കേട്ടോ. തിങ്കളാഴ്ച കാണാം. ഇനി എന്റെ ക്ലാസ് തിങ്കളാഴ്ചയാണ് ഇനി വരുന്നത്. തിങ്കളും ബുധനും. ഓക്കെ, മൺഡേ കാണാം. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. ക്ലാസ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ അപ്പോ കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. Have a nice day. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.